കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യമുള്ള സഹോദരങ്ങളെ, നോമ്പുകാലത്തിലൂടെയുള്ള നമ്മുടെ ജീവിതയാത്ര, ഈ യാത്ര എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കാരുണ്യം എന്താണെന്ന് പലപ്പോഴും പല മക്കളും പറയാറുണ്ട്. നോമ്പുകാലം എന്ന് പറയുന്നത് കുരിശുകൾ വഹിക്കേണ്ട സമയമാണ്. കുരിശുകൾ വഹിക്കുക മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് കുരിശുകളെ സ്നേഹത്തിൻ്റെ മുദ്രകളാക്കി മാറ്റേണ്ട സമയമാണ്. നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി ജീവിതമാകുന്ന പാനപാത്രം യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ഈ ഒരു യാത്ര നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മളെ തന്നെ ചിന്തിക്കണം. നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കുരിശുകൾ, വേദനകൾ, ഒരുപക്ഷെ മറ്റുള്ളവരാൽ നമ്മൾ ഏൽക്കേണ്ടി വന്ന വേദനകൾ, കുരിശുകൾ, ഒരുപക്ഷെ ചെയ്യാത്തതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു വന്ന അനുഭവങ്ങൾ, വ്യക്തികൾ, സാഹചര്യങ്ങൾ. പക്ഷെ ക്രൂശിക്കപ്പെട്ടവനോടുകൂടിയുള്ള ഈ യാത്രയിൽ എല്ലാം ദൈവത്തിൻ്റെ കൈകളിലേക്ക് നമ്മൾ കൊടുക്കാനാണ് ഈശോ ഈ ഒരു നോമ്പുകാലം നമുക്കായിട്ട് വെച്ച് നീട്ടുന്നത്. ദൈവമക്കളെ, അയോഗ്യനായിട്ടുള്ള എന്നെ യേശുക്രിസ്തുവിൻ്റെ ഒരു പടയാളിയായിട്ട്, അല്ലെങ്കിൽ അവിടത്തേക്ക് വേണ്ടി എന്നെ പൊക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്യനായ എന്നെ അവിടുത്തെ അവകാശിയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ തിരുരക്തത്താൽ പരാജയപ്പെട്ട എന്നെ യേശുവിൻ്റെ പീഡാസഹന മരണ ഉദ്ധാന രഹസ്യത്തിലൂടെ എന്നെ പൊക്കിയെടുത്തതാണെങ്കിൽ, വിജയിപ്പിച്ചതാണെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പുകാലം സഹനത്തിൻ്റെ പാതയിലൂടെ ആയിരിക്കാം ദൈവമക്കളെ നമ്മൾ നടന്നു പോകുന്നത്. ജീവിതത്തിലേക്ക് തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട സമയത്ത് ഒരു ഓട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ലക്ഷ്യമുണ്ട്, ഒന്നാമതായിട്ട് ഓടിയെത്തുക എന്നുള്ളത്. ഇതുപോലെ തന്നെ ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ ജീവിതത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവനും ഒരു ലക്ഷ്യമുണ്ട്, ഗോൾ പോസ്റ്റിലേക്ക് പന്ത് ആഞ്ഞടിക്കുക, വിജയത്തിലേക്ക് എത്തുക എന്നുള്ളത്. ഇതുപോലെ തന്നെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ലൈഫിലേക്ക് നമ്മൾ ചെന്ന് നോക്കുകയാണെങ്കിൽ അവനും ഒരു ലക്ഷ്യമുണ്ട്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന് സമ്മാനിക്കുക എന്നുള്ളത്. ദൈവമക്കളെ, ഈ നോമ്പുകാലം അനുഗ്രഹത്തിൻ്റെ, കൃപയുടെ, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ, നന്മയുടെ നോമ്പുകാലമാക്കി നാം മാറ്റണമെങ്കിൽ ആഴമാർന്നിട്ടുള്ള യേശുവിനോട് ചേർന്നുള്ള ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ഓർമ്മയാചരണമായിട്ട് നമ്മൾ മാറ്റണം. ഇത്രമേലെ ദൈവം നമ്മളെ സ്നേഹിക്കുവാൻ നമുക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ഈശോ പെസഹ തിരുനാളിന് മുമ്പായിട്ട് ശിഷ്യന്മാരെ ബഥാനിയിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ പോകുന്ന വഴിയിൽ ആരും കയറി ഇറങ്ങാത്ത ഒരു സ്ഥലത്ത് ഒരു കഴുതയെ കെട്ടിയിരിക്കും. ആ കഴുതയെ നിങ്ങൾ അഴിച്ചുകൊണ്ട് നിങ്ങൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരണം. ആ കഴുതി അഴിക്കുമ്പോൾ ഉടമസ്ഥൻ ഒരുപക്ഷെ ചോദിച്ചേക്കാം, ഈ കഴുത എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ പറയണം, ദൈവത്തിന് യേശുവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ എല്ലാം കണ്ടു അറിഞ്ഞു. പക്ഷേ ഈശോ അതിനു മുമ്പായിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയമാണ്. ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നു, ശിഷ്യന്മാർ കഴുതയെ കൊണ്ടുവരുന്നു, ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ട് ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗം നമ്മുടെ ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ, ഈ ഒരു വചനഭാഗത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഓർക്കുക, ദൈവത്തിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ കഴുതയെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ബലിമൃഗത്തിൻ്റെ കൂടെ ഒരിക്കലും കഴുതയില്ല. ഒരു പുണ്യസ്ഥലങ്ങളിലേക്ക് നമ്മൾ ചെന്ന് നോക്കിയാലും അവിടെയും നമ്മൾ കഴുതയെ കാണാറില്ല. ആരാധന മധ്യേ കഴുതകൾക്ക് പ്രവേശനമില്ല. പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ജെറുസലേം ദേവാലയത്തിലോ അങ്കണത്തിലോ പ്രവേശനമില്ലാത്തൊരു മൃഗമായിരുന്നു കഴുത എന്ന് പറയുന്നത്. ദൈവമക്കളെ, എന്നാൽ ആർക്കും വേണ്ടാത്ത അതിനെ യേശു തൻ്റെ വാഹനമാക്കി ജെറുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ, നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഒലിവിൻ ചില്ലകളും കുരുത്തോലങ്ങളും വീശി ഓശാന പാടി കഴുതയെയും കഴുതയുടെ പുറത്ത് സഞ്ചരിക്കുന്ന യേശുവിനെയും അവരെതിരേൽക്കുകയാണ്. ഒരുപക്ഷെ കഴുത ചിന്തിച്ചിരിക്കാം, എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രമാത്രം ഓശാന വിളികളും ബഹുമാനവും കിട്ടുന്നത്? ഇതിനു മുമ്പ് ഒരിക്കലും കിട്ടാത്ത
കാരണം കഴുതയെ കാണുമ്പോൾ ഒന്നുകിൽ കല്ലെടുക്കുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നിനും കൊള്ളില്ലാത്ത ആ കഴുതയെ കൊണ്ട് യേശുവിന് എന്തോ ആവശ്യമുണ്ടായിരുന്നു. കാരണം തൻ്റെ പുറത്ത് കയറിയിരുന്ന ഒരു വ്യക്തിയിലൂടെയാണ് താൻ ഈ ഓശാന വിളികളും ഈ ജയ് വിളികളും ഈ അനുഗ്രഹങ്ങളും ഈ ബഹുമാനം ഏറ്റുവാങ്ങുന്നെന്ന് ഒരുപക്ഷെ കഴുത ചിന്തിച്ചിരിക്കാം. ദൈവമക്കളെ, ആ ഒറ്റ ഒരു കാരണം കൊണ്ട് ഈ ബഹുമാനവും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ഒരു സമയമാണ്. തീർച്ചയാണ്, ജീവിതത്തിൻ്റെ കഴിഞ്ഞു പോയ സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒത്തിരിയേറെ വേദനകൾ, തെറ്റിദ്ധാരണകൾ, പരിഹാസങ്ങൾ, നിന്ദനങ്ങൾ, അപമാനങ്ങൾ ആർക്കും വേണ്ടാത്തൊരു ജീവിതമാണോ? ദൈവമക്കളെ, പല വാതിലുകളും മുട്ടിയിട്ടും ഒരു വാതിൽ പോലും നിനക്ക് വേണ്ടി തുറക്കാത്ത ഒരു സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആർക്കും വേണ്ടാത്തതിനെ ഏറ്റവും വലിയുള്ളതാക്കി മാറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്നവനാണ്. ഇരു കൈകളും വീശിയെടുത്തുകൊണ്ട് നമ്മളോട് പറയുകയാണ്, എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. ലോകം ഒരുപക്ഷെ പ്രിയപ്പെട്ട മക്കളെ നമ്മളെക്കുറിച്ച് പരിഹസിക്കാം, അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തിയിരിക്കാം, നമ്മളെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് നമ്മളെ പരിഹസിച്ച് പുച്ഛിച്ച് തള്ളിയവരായിരിക്കാം. പക്ഷേ ദൈവത്തിന് നമ്മളെക്കൊണ്ട് ആവശ്യമുണ്ട്. ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന, ഈശോയുടെ പീഡാസഹന വേളയിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, മക്കളെ നിങ്ങൾ ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. ദൈവമക്കളെ, പ്രാർത്ഥന ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. പ്രാർത്ഥിക്കുന്ന ഒരു മകനോ ഒരു മകളോ പരാജയപ്പെടുകയില്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. മോശയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ. മോശ പരാജയം മുന്നേ കണ്ടപ്പോഴും മോശ പ്രാർത്ഥന നിർത്തിയില്ല. കരങ്ങൾ വിരിച്ചു പിടിച്ചിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വിജയം വരിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രാർത്ഥിക്കുന്ന ഒരു മകന് ഒരു മകളെ ദൈവം കൈവിട്ടില്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത്, ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ദൈവമക്കളെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്? കാട്ടുവൃക്ഷമായിരുന്ന നമ്മെ ഒലിവ് മരത്തോട് ചേർത്ത് ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പണിയുവാൻ, വീണ്ടും പുനരുദ്ധരിക്കുവാൻ, വീണ്ടും ഫലം ചെയ്യുവാൻ വേണ്ടിയിട്ട് ദൈവം നമ്മെ ഒരുക്കിയെടുക്കുന്ന ഓരോ കാര്യങ്ങളാണ്. പൗലോസ്ലീഹയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. പക്ഷേ പാപികളിൽ ഒന്നാമനായി എൻ്റെ ദൈവത്തിന് എന്തൊക്കെയോ ആവശ്യമുണ്ടെന്ന് പൗലോസ്ലീഹ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് സാവൂളിനെ അപ്പസ്തോലന്മാരിൽ ശ്രേഷ്ഠനായിട്ട് പൗലോസാക്കി മാറ്റി സഭയ്ക്കായിട്ട് വാഗ്ദാനം ചെയ്യുകയാണ്. ദൈവമക്കളെ, നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം കാത്തു പരിപാലിക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് പോലും എന്നെ ആർക്കും വേണ്ട എന്ന് പറയുന്ന ഒരു സമയത്ത് പോലും നീ അറിയാതെ നീ ചെയ്യാത്ത കുറ്റത്തിൽ നീ വിധിക്കപ്പെടുമ്പോഴും നിന്ദിക്കപ്പെടുമ്പോഴും മാറ്റി നിർത്തുമ്പോഴും ദൈവം നിന്നെ ചേർത്ത് പിടിക്കും. ആ ചേർത്ത് പിടിക്കുന്ന ഒരു ഏറ്റവും വലിയ കാരുണ്യമാണ് ഈശോ എന്ന് പറയുന്നത്. ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരാളെ നമ്മളെക്കൊണ്ട് ആവശ്യമുണ്ട്. ഈശോയ്ക്ക് ഈ ലോകം നമ്മളെ തള്ളിക്കളയുമ്പോഴും ഈശോയ്ക്ക് നമ്മൾ ആവശ്യമുണ്ടെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ഒരു പാപത്തിൻ്റെ അല്ലെങ്കിൽ മുറിവിൻ്റെ അല്ലെങ്കിൽ തകർച്ചയുടെ ആരും നമുക്കില്ലാതെ വരുമ്പോൾ, ആർക്കും നമ്മെക്കൊണ്ട് ആവശ്യമില്ലെന്ന് കഴിയുമ്പോഴും ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈശോയ്ക്ക് നിന്നെ ആവശ്യമുണ്ടെന്ന്. ദൈവമക്കളെ, മുറിവേറ്റവർക്ക് മാത്രമേ മുറിവിൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഈശോ അത് അറിഞ്ഞവനാണ്, അനുഭവിച്ചവനാണ്. ഈശോയ്ക്കറിയാം ഓരോ മകൻ്റെയും മകളുടെയും മനസ്സിൻ്റെ വേദനകളും മുറിവുകൾ. അതുകൊണ്ടാണ് ഈശോ നമ്മുടെ കരം പിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എന്തായിത്തീരുന്നേനെ. ദൈവം ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരേ കാര്യമാണ്, നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ വാക്കും നമ്മുടെ പ്രവർത്തനവും നല്ല സമറിയക്കാരനെ പോലെ ആയിത്തീരണമെന്ന്. തീർച്ചയാണ് മക്കളെ, സമറിയക്കാരൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലും, നല്ല സമറിയാൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വഴിയരികിൽ കിടന്നവനെ കോരിയെടുത്തിട്ട് മുറിവുകൾ ആശ്വസിപ്പിച്ച് അതിനെ വെച്ച് കെട്ടി നമുക്കറിയാം എണ്ണയും വീഞ്ഞും പകർന്ന് ആ മകനെ സത്രത്തിൽ കൊണ്ടാക്കുകയാണ്. ബൈബിൾ വായിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, തൻ്റെ വാഹനത്തിൽ തന്നെ കയറ്റിക്കൊണ്ട് സത്രത്തിൽ കൊണ്ടുപോകുന്ന അവൻ്റെ സൗഖ്യം വരെ അവൻ്റെ കൂടെ നിന്ന് ആ സഹോദരൻ്റെ സകല ഉത്തരവാദിത്തങ്ങളും, എന്നിട്ട് അവസാനം പറയുകയാണ്, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ തിരിച്ച് തന്നുകൊള്ളാം. ദൈവമക്കളെ, ഈശോ നമുക്ക് വേണ്ടിയിട്ട് പിളർക്കപ്പെട്ട അവസാനത്തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി ഒഴുക്കിയവനാണെങ്കിലും ഈശോ നമ്മളോട് പറയുകയാണ്,
വീണ്ടും വീണ്ടും മക്കളെ നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന മക്കളായി നമ്മൾ മാറണം. നല്ല സമരക്കാരനായിട്ട് നമ്മൾ മാറണം. ഈ നോമ്പുകാലം പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും ആയിത്തീരേണ്ടത് ഒരു നല്ല സമരക്കാരനായിട്ട് മാറുക എന്നുള്ളതാണ്. കണ്ണുനീര് ഒപ്പുവാൻ, മുറിവിൻ്റെ വേദന അനുഭവിച്ചവർക്ക് മുറിവിൻ്റെ വേദന ഒപ്പിയെടുത്ത് അവർക്ക് സൗഖ്യപ്പെടുത്തുന്ന, കരം നീട്ടുന്ന മക്കളായിട്ട് നമ്മൾ മാറണം. ദൈവമക്കളെ, നമ്മുടെ വാക്കും നമ്മുടെ പ്രവർത്തനം, നമ്മുടെ നോട്ടം പോലും അനുഗ്രഹിക്കപ്പെട്ട നോട്ടങ്ങളായിട്ട്, അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളായിട്ട്, അനുഗ്രഹിക്കപ്പെട്ട പ്രവൃത്തികളായിട്ട് മാറണം. നമ്മൾ ഒരിക്കലും ആർക്കും ഒരു ശല്യമാകാൻ ദൈവം നമ്മളെ അനുവദിക്കുകയില്ല. ഒരു ബാധ്യതയാകുവാനും ദൈവം നമ്മളെ അനുവദിക്കില്ല. ദൈവമക്കളെ, വചനം പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഞാൻ നിന്നെ അനുഗ്രഹമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ വീണ്ടും വീണ്ടും പണിയും, നിന്നെ പുനരുദ്ധരിക്കും, നിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം ഞാൻ വീണ്ടും വീണ്ടും തരുമെന്ന് തമ്പുരാൻ പറയുകയാണ്. ഒരുപക്ഷെ നമ്മുടെ നിന്ദിക്കപ്പെട്ട മേഖലകൾ, പരിഹസിക്കപ്പെട്ട മേഖലകൾ, നിങ്ങൾ കൂനിക്കൂടി ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ നടന്നുപോയ മേഖലകളിൽ, നിൻ്റെ ജീവിത പരാജയങ്ങൾ ആഘോഷിച്ചവരുടെ മുമ്പിൽ, നിന്നെ പരിഹസിച്ച് പരിഹാസപാത്രം എന്ന് വിധി എഴുതിയവരുടെ മുമ്പിൽ, അവരുടെ മധ്യേ നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റിമറിച്ച് നിന്നെ തലയുയർത്തി നിർത്തുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ദൈവമക്കളെ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് ദൈവം നമ്മളെ ഉയർത്തുകയില്ല. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്ന് ചോദിക്കുന്ന ഒരു മകൻ്റെ മുമ്പിൽ, മകളുടെ മുമ്പിൽ ദൈവത്തിന് നിന്നെക്കൊണ്ട് ആവശ്യമെന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 9-ാം അധ്യായത്തിൽ ജന്മനാ കുരുടനായ ഒരു മകനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ഗുരുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവൻ ജന്മനാ കുരുടനായി പിറക്കാൻ കാരണം എന്തുകൊണ്ട്? ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപം നിമിത്തം കൊണ്ടാണോ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ എന്ത് എന്നുള്ള ചോദ്യം ഈശോ പറയുകയാണ്. എന്തിനു വേണ്ടി ഇവൻ കുരുടനായി? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ട, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ഇതിന് ഉത്തരമില്ല എന്ന് തമ്പുരാൻ പറയുന്നു. എന്തിനു വേണ്ടി യേശു ഉത്തരം നൽകുന്നു? ദേശത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. എന്തുകൊണ്ടെന്നുള്ള ചോദ്യമല്ല, എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ജനിച്ചത്? ആ ദേശത്തിന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി, ആ ദേശത്തിൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹമാക്കുവാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ ഈശോയ്ക്ക് സാധിക്കും. കാരണം ഈശോ പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് മരണത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും താക്കോൽ ഏറ്റുവാങ്ങുവാൻ, മനുഷ്യൻ മക്കളുടെ വിമോചനത്തിന് വേണ്ടിയിട്ട് തന്നെ ബലിമൃഗമാകുവാൻ ഈശോ തന്നെ വിട്ടുകൊടുത്തു. ദൈവമക്കളെ, ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നമ്മളെ തന്നെ മുറിച്ച് വിളമ്പേണ്ടവരാണ്. നമ്മൾ മുറിച്ച് വിളമ്പുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം, സംതൃപ്തി നൽകണം, സന്തോഷം പകരണം. ഈ ഒരു നോമ്പ് കാലഘട്ടത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ആഴമാർന്ന അനുതാപം, ആഴമാർന്ന ഒരു മാനസാന്തരം, ദൈവത്തിലേക്ക്, മനുഷ്യരിലേക്ക്. പ്രിയപ്പെട്ട മക്കളെ, പ്രകാശം പരക്കുന്ന പ്രകാശത്തിൻ്റെ മക്കളായി നമ്മൾ മാറണമെങ്കിൽ ക്രൂശിക്കപ്പെട്ട ഈശോയോട് ചേർന്ന് ക്രൂശിതൻ്റെ പാത ഏറ്റുവാങ്ങി മരണ ഉത്ഥാനത്തിൻ്റെ രഹസ്യങ്ങൾ ഏറ്റുവാങ്ങി വിജയത്തിൻ്റെ മക്കളായി നമ്മൾ മാറണം. ദേശത്തിന്, കുടുംബത്തിന്, രാജ്യങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.